അതിനെ ആനന്ദമയമാക്കണം. അതിലെ സംഘം ഉപേക്ഷിക്കണം. കർമ്മജം ഫലം ത്യക്ത്വാ, കർമ്മത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഫലത്തെ ത്യജിച്ചിട്ട് മനീഷിണ മനസ്സയിതി, മനീഷിണ മനസ്സിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ടുള്ള ആളുകൾ, ജ്ഞാനികൾ. അവർക്കറിയാം മനസ്സാണ് സങ്കല്പ വികല്പങ്ങൾക്ക്, കാമനകൾക്ക് അധിഷ്ഠാനം എന്ന്. അത് മനസ്സിൽ രൂപപ്പെട്ട് കർമ്മങ്ങളുമായി താൽപ്പര്യം പ്രാപിച്ചിരിക്കുന്നു. മനീഷികൾ എന്നു പറഞ്ഞാൽ അതിനെ അറിഞ്ഞവർ, അതിനെ ജയിച്ചവർ. ജന്മബന്ധ വിനിർമുക്ത്വ, ജന്മബന്ധങ്ങളിൽ നിന്ന് വേർപെട്ടവരായി. ജന്മം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? കർമ്മത്തിൽ നിന്നാണ്. നമ്മളൊരു കർമ്മം ചെയ്യുന്നു, ആ കർമ്മത്തിന് ഫലം ഉണ്ടാകുന്നു. ആ കർമ്മഫലത്തോട് നാം പ്രതികരിക്കുന്നു. കർമ്മം, കർമ്മഫലം, പ്രതികരണം. ആ പ്രതികരണം നമ്മുടെ ഉള്ളിൽ വീഴ്ത്തുന്ന ചില ഭാവങ്ങളുണ്ട്. അത് ഒന്ന് അനുകൂലം, മറ്റൊന്ന് പ്രതികൂലം. ഇങ്ങനെ കർമ്മഫലത്തോട് നാം അനുകൂലമായും പ്രതികൂലമായും പ്രതികരിക്കുന്നതിനെയാണ് വാസനകൾ എന്ന് പറയുന്നത്. ഈ വീഴ്ത്തുന്ന പാടുകളാണ് ജന്മത്തിന് ഹേതു എന്ന് ശാസ്ത്രം പറയുന്നു. അതിനെയാണ് ചിത്രഗുപ്തൻ ഡയറി എഴുതുന്നു എന്ന് പുരാണത്തിൽ പറയുന്നത്. ചിത്രഗുപ്തൻ എന്ന് പറഞ്ഞാൽ ഗുപ്തരൂപത്തിൽ ചിത്രം വരയ്ക്കുന്നവൻ. ഗുപ്തം എന്ന് പറഞ്ഞാൽ ഗുഹ്യം, രഹസ്യം. ചിത്രം വരയ്ക്കുന്നത് ആരാണ്? ചിത്രഗുപ്തൻ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. നാം ഒരു ഭക്ഷണം കഴിച്ചു, അതിനോട് നാം പ്രതികരിച്ചു. തരക്കേടില്ല. തരക്കേടില്ല എന്ന പ്രതികരണം നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കുന്നത് വാസന. അടുത്തത് കാണുമ്പോൾ വേണം എന്ന തോന്നൽ. ഇത് പിന്നീട് നമ്മുടെ സഹജമായ സ്വഭാവമായി മാറുന്നു. കർമ്മത്തിൻ്റെ ഫലം, അതിനോട് നാം പ്രതികരിക്കുന്നു. ഇതുപോലെയാണ് പ്രതികൂലമായിട്ടും പ്രതികരിക്കുന്നത്. ഈ അനുകൂല പ്രതികൂല പ്രതികരണങ്ങൾ വീണ്ടും കർമ്മം ചെയ്യിക്കുന്നു. കർമ്മം, കർമ്മഫലം, പ്രതികരണം, വാസന. ഇത് ജന്മത്തിന് ഹേതുവാകുന്നു. ഈ ചക്രത്തെ പൊളിക്കണമെങ്കിൽ ഈ വാസനയെ ഇല്ലായ്മ ചെയ്യണം. ഇത് ഇല്ലാതെയാക്കണമെങ്കിൽ ഫലം തെക്ത്വാ, ഫലത്തെ ഉപേക്ഷിക്കണം. അനാമയം. അനാമയം എന്ന് പറഞ്ഞാൽ ദുഃഖരഹിതമായിട്ടുള്ള പദം ഗച്ഛന്തി, പ്രാപിക്കുന്നു. വൈകുണ്ഠപ്രാപ്തി. വിമാനത്തിൽ കയറി വിഷ്ണു വരുമെന്നാണോ? വിമാനം എന്ന പേരു തന്നെ നല്ല രസമാണ്. വിഗതമാനം യസ്യ ഭാവ വിമാനം. വിമാനം എന്ന് പറഞ്ഞാൽ മാനം പോകലാണ്. എവിടേക്കാണ് പോക്ക്? വൈകുണ്ഠത്തിലേക്ക്. വിഗത ഭാവ തസ്യ കുണ്ട, വൈകുണ്ഠം. കുണ്ഠം തടസ്സം, വിഗതം പോയത്. തടസ്സങ്ങളൊക്കെ പോയാൽ ഇതുതന്നെ വൈകുണ്ഠം. അനാമയം പദം ഗച്ഛന്തി ദുഃഖം. ഓം ശാന്തി, ശാന്തി, ശാന്തി. മൂന്ന് ശാന്തി, മൂന്ന് ദുഃഖങ്ങൾക്കാണ്. മൂന്ന് ദുഃഖങ്ങൾ എന്തൊക്കെയാണ്? ആദി ദൈവികം, ആദി ഭൗതികം, ആദി ആധ്യാത്മികം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.